ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് മക്കളെ സ്കൂളിൽ അയക്കാനൊക്കെയായി എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? മുമ്പ് ജോലി ചെയ്തിരുന്ന സമയത്തെ എല്ലാം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഇപ്പോൾ മോനുള്ളതുകൊണ്ട് ജോലിക്ക് പോകുന്നില്ലേ, അവനെ സ്കൂളിൽ ചേർക്കാറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പതുക്കെ ആയാൽ മതി ഇവിടെയെല്ലാം. ഇത് മഴയൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ നല്ല മഴയും മഞ്ഞും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക കാലാവസ്ഥയാണ് കേട്ടോ. പശുവിന് പുല്ല് ചെത്താൻ പോയപ്പോഴേ അവിടെ കുറച്ച് നല്ല ചീര നിൽപ്പുണ്ടെന്നും പറഞ്ഞ് അമ്മ പറിച്ചുകൊണ്ട് വന്നതായിരുന്നേ. വിഷമൊന്നും ചേർക്കാതെ നമ്മുടെ പറമ്പിൽ നട്ടുനനച്ചുണ്ടാവുന്നതല്ലേ. ചീരത്തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എക്സ്പെക്റ്റ് വിശ്വേട്ടൻ. വിശ്വേട്ടന് ചീരത്തോരൻ ഇഷ്ടമില്ല. ചീരത്തോരനല്ല, ഇല ഐറ്റംസ് ഒന്നും തന്നെ ഇഷ്ടമില്ല. ഇപ്പോഴാണ് ആൾക്ക് കിഡ്നി സ്റ്റോണും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഡയറ്റ് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ചീര. അതുകൊണ്ട് ഇപ്പം ചീരയോ മുരിങ്ങയിലയോ ഒന്നും തന്നെ തൊടത്തോ ഇല്ല. ആകെ കഴിക്കുന്നത് മുരിങ്ങയിലയായിരുന്നു, അതും ഇപ്പോൾ കഴിക്കത്തില്ല. തെച്ചുകൂട്ടൻ കുഞ്ഞതല്ലേ, അവൻ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ചീര തോരനോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചീരത്തോരനോ എന്തെങ്കിലും കൊടുക്കണമെന്ന് മസ്റ്റായിട്ട് എങ്ങനെയും കൊടുത്തിരിക്കും. അവനത് ഇഷ്ടമാണ്, വലിയ വാശിയൊന്നും പിടിക്കത്തില്ല കഴിക്കാതിരിക്കാൻ. അതിൻ്റെ കൂടെ കുറച്ച് മീനും കൂടെ മതി. അവനും അവൻ്റെ അച്ഛനും അങ്ങനെയാണ്, മീനില്ലാണ്ട് ചോറിറങ്ങത്തേ ഇല്ല. രണ്ടുപേരുടെയും ഫേവറേറ്റ് മീനാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മീൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. നെച്ചുവിനെ എങ്ങനെയും ചോറ് കഴിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു മീൻ ഉണ്ടാവും. അമ്മ പശുവിനെ കുളിപ്പിക്കുമായിരുന്നേ. പശുവിനെ കുളിപ്പിച്ചിട്ട് വേണം പറമ്പിൽ കൊണ്ട് കെട്ടാൻ. നമ്മളിങ്ങനെ കൂട്ടിൻ്റെ അകത്ത് കെട്ടിയിട്ടല്ല, മിക്കതും പറമ്പിലിറക്കി കെട്ടുവാണേ കൂടുതലും ചെയ്യുന്നത്. തുമരയ്ക്ക ഉണങ്ങിയതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഉച്ചക്കത്തേക്കിന് ചാറ് വെക്കാമെന്നും പറഞ്ഞ് അമ്മ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിച്ച അരപ്പിട്ട് കഴിഞ്ഞാൽ അതും റെഡിയായി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തുമരയ്ക്ക കറി. തുമരയ്ക്ക ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പച്ച തോരൻ വെക്കാറുമുണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയതെടുത്ത് മാറ്റി വെക്കാറുമുണ്ട് പിന്നത്തെ ആവശ്യത്തിനൊക്കെ ആയിട്ട്. ഇതിപ്പം വിഷം ഒന്നും ചേർക്കാതെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മാക്സിമം തെച്ചുവിനെ ഇതൊക്കെ ഞാൻ കഴിപ്പിക്കാറുണ്ട്. കുറച്ച് ഉണക്കത്തേങ്ങ കിടപ്പുണ്ടായിരുന്നേ. നല്ല വെയിൽ കണ്ടപ്പോൾ അന്ന് അമ്മ വെട്ടി വെച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടി എടുത്തതായിരുന്നേ. ഇല്ലേൽ ഈ മഴക്കാലത്ത് അത് അവിടെ കിടന്ന് അങ്ങ് പോവുകയുള്ളൂ. അപ്പം കിട്ടിയ വെയിലിന് പെട്ടെന്ന് തന്നെ അതങ്ങ് ഉണങ്ങി ആട്ടിയെടുത്തേക്കാമെന്നും പറഞ്ഞ് കൈയോടെ വെട്ടി ഉണങ്ങാനിട്ടേ. ഇവിടെ കൂടുതലും നമ്മുടെ തന്നെ തേങ്ങ ഉണക്കി ആട്ടിയെടുക്കുകയാണ് പതിവ്. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങുന്നത് കുറവായിരിക്കും.